ദിനത്തോടനുബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ 12 കേന്ദ്രങ്ങളിൽ റാലി സംഘടിപ്പിച്ചു. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ കീഴിലുള്ള ഫീൽഡ് സ്റ്റേഷൻ കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. പെരിയ ആയമ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര അഷ്ടബന്ധ കലശ മഹോത്സവം മെയ് 4 മുതൽ 9 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. പല്ല അഴീക്കോടൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള 26ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി. മാവുങ്കാൽ രാമനഗരം ശ്രീരാമക്ഷേത്ര നവീകരണ അഷ്ടബന്ധ കലശ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ വിശദമായി. മെയ് ദിനത്തോടനുബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ 12 കേന്ദ്രങ്ങളിൽ റാലി സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ടെ മെയ് ദിന റാലി കോട്ടച്ചേരി കുന്നുമ്മലിൽ നിന്ന് ആരംഭിച്ചു. നഗരപ്രദക്ഷിണത്തിന് ശേഷം മെയ് ദിന റാലി പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുയോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ പോലീസും പട്ടാളവും അഴിച്ചുവിട്ട പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ബംഗളം കുഞ്ഞികൃഷ്ണൻ, M ഗംഗാധരൻ എന്നിവർ പ്രസംഗിച്ചു. DV അമ്പാടി സ്വാഗതം പറഞ്ഞു. AKTA നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മെയ് ദിന റാലി നടത്തി. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നാരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. V വിജയൻ, ശാരദാമ്മ, KV രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് ജില്ലാ കൺവെൻഷനും യാത്രയയപ്പ് സമ്മേളനവും കാസർഗോഡ് നടന്നു. P&T ഹാളിൽ നടന്ന കൺവെൻഷൻ NFP സെക്രട്ടറി ജനറൽ M കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. M ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. K ഹരി, PV രാജേന്ദ്രൻ, MC രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന യാത്രയയപ്പ് സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CK അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ കീഴിലുള്ള ഫീൽഡ് സ്റ്റേഷൻ കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് ഫീൽഡ് സ്റ്റേഷന്റെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോസ് G ടിക്രൂസ് നിർവഹിച്ചു. വെക്ടർ കൺട്രോൾ യൂണിറ്റുകളുടെ പ്രവർത്തനം കഴിഞ്ഞ ഒരു വർഷമായി നടന്നു വരികയാണ്. മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഫൈലേറിയ കൺട്രോൾ യൂണിറ്റുകൾ പുനർനാമകരണം ചെയ്ത് അവയുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനാണ് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റുകളുടെ പ്രവർത്തനം. നേരത്തെ അർബൻ ഏരിയകളിൽ പട്ടണ പ്രദേശങ്ങളിൽ സേവനം നൽകിക്കൊണ്ടിരുന്നത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലാണ് ഈ വെക്ടർ കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. അത് തളിപ്പറമ്പിലുണ്ടായിരുന്ന ഒരു യൂണിറ്റിന് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് താലൂക്ക് കാസർഗോഡ് മുനിസിപ്പാലിറ്റികളുടെ പ്രവർത്തനം ഉണ്ടായത്. അതേസമയം സംസ്ഥാനത്തെമ്പാടും അർബൻ ഏരിയകളിൽ പട്ടണ പ്രദേശങ്ങളിലെ കീടരോഗ നിയന്ത്രണ പ്രാണിജന്യ രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവയെ വിഭജിച്ച് ഓരോ പ്രാദേശിക പട്ടണ പ്രദേശങ്ങളിലും ഇവയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിൻ്റെ ഒരു യൂണിറ്റ്, അതിൻ്റെ ഒരു സബ് യൂണിറ്റിൻ്റെ പ്രവർത്തനം ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ തുടങ്ങിയിട്ടുണ്ട്. ചടങ്ങിൽ ജില്ലാ മലേറിയ ഓഫീസർ V സുരേശൻ, ജില്ലാ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശശിധരൻ, നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പാൾ കോമളവല്ലി എന്നിവർ സംബന്ധിച്ചു. കൊതുകുജന്യ രോഗ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട സർവേ, കൂത്താടി കൊതുക് നിയന്ത്രണ പ്രവർത്തനങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുകയും അതിന്റെ ഫലമായി കൊതുക് പരത്തുന്ന രോഗങ്ങളായ മലമ്പനി, മന്ത്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, ജപ്പാൻ ജ്വരം എന്നിവ സമൂഹത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുക എന്നിവയുമാണ് ഈ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനമെന്ന് DMO ഡോക്ടർ ജോസ് G ടിക്രൂസ് പറഞ്ഞു. ഈ യൂണിറ്റിന്റെ പ്രവർത്തനത്തിലൂടെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരിടവേള.
മൻസൂർ ഹോസ്പിറ്റൽ ആരോഗ്യമേഖലയിൽ കിടപിടിക്കാനാകാത്ത നേട്ടങ്ങളോടെ മലബാറിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞ ആശയറ്റവന്റെ ആശാകേന്ദ്രമായി തീർന്ന മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശ്വസ്ത സേവനത്തിലൂടെ ജൈത്രയാത്ര തുടരുന്നു. ചികിത്സാ രംഗത്ത് രാജ്യാന്തരമായി ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാലത്തെ അസൂയാവഹമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗം, നിയോ നാറ്റൽ ICU, വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമർ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ എക്യുപ്ഡ് ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 lines. Mansoor Hospital. Dedication, determination and divinity. റീജിയണൽ എക്സലൻസ് സെന്റർ ഫോർ ഇന്നോവേഷൻസ് ഇൻ തിയേറ്റർ ആൻഡ് എഡ്യൂക്കേഷന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായൊരുക്കിയ വേനൽ മഴ 2011 രംഗകലാ ക്യാമ്പ് ശ്രദ്ധയാകർഷിക്കുന്നു. ഹൊസ്തർഗ് UPM ALP സ്കൂളിൽ നഗരസഭാ കൗൺസിലർ TV ശൈലജ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് വേണ്ടി വേനൽ മഴ 2011 രംഗകലാ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത്. നമുക്കറിയാം, ഈ പേരുകളൊപ്പം തന്നെ വേനൽ മഴ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിന് മഴയിൽ പ്രവേശിച്ച് മഴ പെയ്യുന്നത്. സാധാരണയായി മെയ് മാസം അവസാന നാളുകളിലാണ് മഴയെ പറയുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചില സമയത്ത് മഴയില്ലാതെ സ്കൂളിലൊക്കെ ഒരാഴ്ച വൈകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സജിത് ദാസ് കോറോത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി P മുരളീധരൻ മുഖ്യാതിഥിയായിരുന്നു. ജ്യോതി ചന്ദ്രൻ, രതീഷ് അന്നൂർ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് ക്യാമ്പംഗങ്ങൾക്കായി അഭിനയത്തിൽ രതീഷ് അന്നൂർ, ജാലവിദ്യയിൽ ബാലചന്ദ്രൻ കൊട്ടോടി, യോഗയിൽ അശോക് രാജ്, ജിതേഷ്, മൂകാഭിനയത്തിൽ ഉണ്ണിരാജ്, സംഗീതത്തിൽ C സോമശേഖരൻ, മേക്കപ്പിൽ ജനൻ കാഞ്ഞങ്ങാട് എന്നിവർ ക്ലാസുകൾ ഒരുക്കി. വല്ല അഴീക്കോടൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള 26ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി M പൊക്ലൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അദ്ദേഹം കളിക്കാരുമായി പരിചയപ്പെട്ടു. Jersey number 2, Sandeep Captain. Jersey number 14, Srikumar. Jersey number 8, Rashad. Jersey number... ആദ്യ ദിനത്തിൽ നീലേശ്വരം ഐഡിയ ബ്രദേഴ്സും ഉദയ ചായൂത്തും തമ്മിൽ ഏറ്റുമുട്ടി. മുഴുവൻ ഫുട്ബോൾ ആസ്വാദകരും 5 രൂപ സമ്മാനത്തുകയുമായി സഹകരിച്ചു. നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മെയ് ദിനത്തിൽ ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി AV സഞ്ജയൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയാത്ത നിലയിലുള്ള പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള പരിപാടികൾ ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിപുലമായ പരിപാടികൾ ഈ ഘട്ടങ്ങളിലെല്ലാം ഈ വരുന്ന സമീപ ദിവസങ്ങളിലെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് നിങ്ങൾ 24-ാം തീയതി വെച്ച പരിപാടി ഇന്നിപ്പോ സർവ്വദേശീയ തൊഴിലാളി ദിനമായിട്ടുള്ള മെയ് 1 മാറ്റിവെക്കുകയുണ്ടായത്. ഏതായാലും വലിയ പങ്കാളിത്തം ഈ കളിയുമായി ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കായിക താരങ്ങൾ നമ്മുടെ പ്രദേശത്തിന്റെ നമ്മുടെ നാടിന്റെ വിവിധ മേഖലകൾക്കകത്ത് നിന്ന് ഈ കായിക മാമാങ്കത്തിൽ മറ്റൊരുക്കാൻ വേണ്ടി വരുമെന്ന് DYFI ആഗ്രഹിക്കുകയാണ്, ആ നിലയിൽ പ്രതീക്ഷിക്കുകയാണ്. ക്ലബ്ബ് പ്രസിഡന്റ് PV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന മത്സരത്തിൽ 15ഓളം ടീമുകൾ പങ്കെടുത്തു. രാവണേശ്വരം അരുണോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും നെഹ്റു യുവകേന്ദ്രയുടെയും സംയുക്താഭിമുഖ്യത്തിലുള്ള സൂപ്പർ സെവൻസ് 2011 തുടക്കം കുറിച്ചു. CPM ഉദുമ ഏരിയ സെക്രട്ടറി K കുഞ്ഞിരാമൻ ആലക്കോട് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ M ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ O കൃഷ്ണൻ, R സുരേശൻ എന്നിവർ ആശംസകൾ നേർന്നു.
jersey number 7, Taju, jersey number 8, Shafiq, jersey number 11, Sudhi, jersey number 6, Ajit, jersey number 4, Anil. Players in the ആദ്യ ദിനത്തിൽ SC ലക്കാട്ക്കൽ ടൗൺ ടീം കാസർഗോഡും റെഡ് സ്റ്റാർ മുക്കോടും തമ്മിൽ ഏറ്റുമുട്ടി. നീലേശ്വരം മരക്കാപ്പ് കടപ്പുറത്ത് തിമിംഗലത്തിന്റെ രൂപസാദൃശ്യമുള്ള ഏടി കരക്കടിഞ്ഞു. മരക്കാപ്പ് കടപ്പുറം മന്ത്ര റിസോർട്ടിന് പിറകുവശത്തായാണ് തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ ഏടി കരക്കടിഞ്ഞത്. ഏടിയുടെ മൃതദേഹത്തിന് 5 ദിവസത്തോളം പഴക്കമുണ്ട്. കരക്കടിഞ്ഞ ഏടിയിൽ നിന്നുള്ള ദുർഗന്ധം സമീപവാസികൾക്ക് ദുരിതമായിരിക്കുകയാണ്. വിവരമറിഞ്ഞ് നഗരസഭാ കൗൺസിലർ വി പ്രദീപ് കടപ്പുറത്തെത്തി. നഗരസഭ മുൻകൈയെടുത്ത് ഏടിയെ മറവ് ചെയ്യാനുള്ള നീക്കം ഉടൻ ആരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പെരിയ ആയംപാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര അഷ്ടബന്ധ കലശ മഹോത്സവം മെയ് 4 മുതൽ 9 വരെ നടക്കും. മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മഹോത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 4-ന് രാവിലെ കലവറ നിറക്കൽ, വൈകിട്ട് 4 മണിക്ക് ആചാര്യ പരവേൽപ്പ്, വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേന്ദ്ര ഊർജ്ജ വകുപ്പ് സഹമന്ത്രി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. KV കുഞ്ഞിരാമൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. P കരുണാകരൻ നബി മുഖ്യാതിഥിയായിരിക്കും. മെയ് 5-ന് രാത്രി 8 മണിക്ക് നടക്കുന്ന മതസൗഹാർദ്ദ സമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. 6-ന് രാത്രി 8 മണിക്ക് കലാ സാംസ്കാരിക സംഗമം നടക്കും. സിനിമാ നടൻ പത്മശ്രീ തിലകൻ ഉദ്ഘാടനം ചെയ്യും. 7-ന് രാത്രി 8 മണിക്ക് നടക്കുന്ന വനിതാ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ N കുഞ്ഞിരാമ, T നാരായണൻ, M മോഹനൻ, K കുഞ്ഞിരാമൻ, AN നാരായണൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. മാവുങ്കാൽ ശ്രീരാമക്ഷേത്ര നവീകരണ അഷ്ടബദ്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറക്കൽ ചടങ്ങ് നാടിന്റെ ഉത്സവമായി. വിവിധ പ്രദേശങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള കലവറ ഘോഷയാത്ര രാവിലെ 10 മണിയോടെ ശ്രീരാമക്ഷേത്രത്തിലെത്തി. കലവറ ഘോഷയാത്രയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. വൈകിട്ട് കോൽക്കളിയും നടന്നു. മെയ് 9-ന് മഹോത്സവം സമാപിക്കും. ഉപ്പള ശ്രീ മഹാവിഷ്ണു രക്തേശ്വരി വയനാട്ടുകുലവൻ ക്ഷേത്രം ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം മെയ് 6, 7, 8 തീയതികളിൽ നടക്കും. തെയ്യംകെട്ട് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 5-ന് ഉച്ചയ്ക്ക് 12-നും 1-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ കലവറ നിറക്കൽ ചടങ്ങ് നടക്കും. തെയ്യംകെട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മെയ് ദിനത്തോടനുബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ 12 കേന്ദ്രങ്ങളിൽ റാലി സംഘടിപ്പിച്ചു. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ കീഴിലുള്ള ഫീൽഡ് സ്റ്റേഷൻ കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. പെരിയ ആയംപാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര അഷ്ടബന്ധ കലശ മഹോത്സവം മെയ് 4 മുതൽ 9 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. പല്ല അഴീക്കോടൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള 26ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി. മാവുങ്കാൽ രാമനഗരം ശ്രീരാമക്ഷേത്ര നവീകരണ അഷ്ടബന്ധ കലശ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറക്കൽ ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.